ഹോണറിൻ്റെ ഹോണർ പാഡ് X8 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ പാഡ് X8 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹോണർ പാഡ് X8ൽ 10.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 16:10 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ടാബിൽ വരുന്നത്. ഏകദേശം 80.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബ് ഏകദേശം 13,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 460 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.55 mm ആണ്. പിന്നെ ഇതിൽ അലൂമിനിയം ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടാബിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോൺ ബ്ലൂവും അതുപോലെ തന്നെ മിൻറ്റും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടാബിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നും ലഭിക്കുന്നില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ് ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ. പിന്നെ ഈ ടാബിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. അതുപോലെ തന്നെ 6 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണറിൻ്റെ ഹിസ്റ്റൺ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള മാജിക് യു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ആൻഡ്രോയിഡ് 13 സോഫ്റ്റ്വെയർ എത്തി. ഈ ഒരു ടൈമിലൊക്കെ അറ്റ്ലീസ്റ്റ് ആൻഡ്രോയിഡ് 12 സോഫ്റ്റ്വെയർ എങ്കിലും ഉപയോഗിക്കണം. പക്ഷേ ഇവർ ആൻഡ്രോയിഡ് 11 പോലും ഉപയോഗിച്ചിട്ടില്ല. അതിലും പഴയ ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം അതിന് മാത്രം മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും ഈ ടാബിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ടാബിൽ 5100 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1199 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 13,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു. ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മെഗാപിക്സൽ കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കായിരുന്നു. എന്തായാലും ഈ ഒരു ടാബ്ലറ്റ് ഈ ഒരു പ്രൈസിങ്ങിൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ടാബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹോണർ പാഡ് 8 എന്ന ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ടാബ് വരുന്നു എന്നുള്ള കാര്യം അവർ ടീസ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് കാലമായിട്ട് ഹോണർ അവരുടെ ഫോണുകളും ടാബ്ലറ്റുകളും ഒന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം പുതിയൊരു ടാബ്ലറ്റ് അവർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പം ഇനി മുതൽ ചിലപ്പം അവരുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എത്തിത്തുടങ്ങിയേക്കാം കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ഹോണർ പാഡ് 8 എന്ന ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. എന്നാൽ ഹോണർ പാഡ് X8നെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഹോണറിൻ്റെ ഹോണർ പാഡ് X8 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ചൈനയിലുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലാണ് ഡിവൈസുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. അപ്പം വില കുറച്ചും കൂടിയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ എത്തിയേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഹോണറിൻ്റെ ഹോണർ പാഡ് X8 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്.